കരുത്തനായ ക്യാപ്റ്റനും അതിനേക്കാൾ കരുത്തനായ കോച്ചും, താരപ്പകിട്ടാർന്ന താരനിര, എല്ലാം ഒത്തിണങ്ങിയ ടീമാണ് പഞ്ചാബ് കിങ്സ്. ആദ്യ 7 മത്സരങ്ങളിൽ 6 വിജയം, മൊത്തം 13 പോയിൻ്റ്. 20 20 കൂടുതലോ പോയിൻ്റ് ഈ സീസണിൽ നേടി ക്വാളിഫയർ 1-ൽ തന്നെ ഒന്നാം സ്ഥാനക്കാരായി ഫൈനലിൽ പ്രവേശിച്ച് കപ്പടിക്കുമെന്ന് ആരാധകർ ഉറപ്പിച്ച ടീം. എന്നാൽ ആദ്യ പകുതി ഗംഭീരമായി തുടങ്ങിയ ശ്രേയസിനും കൂട്ടർക്കും രണ്ടാം പകുതി തൊട്ടതെല്ലാം പിഴച്ചു. എന്താണ് പഞ്ചാബ് കിങ്സിന് സംഭവിച്ചത്? ക്രിക്ടോക്ക് മലയാളത്തിൻ്റെ വിശകലനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രഭ്സിമ്രാൻ സിംഗ്, പ്രിയാൻ ഷാരിയ, ഡൊമസ്റ്റിക് ലെവലിൽ തീപ്പൊരിയായി ചിതറുന്ന 2 ഓപ്പണേഴ്സ്. രണ്ടുപേരും വളരെ മികച്ച ഫോമിലുമാണ്. മികച്ച തുടക്കങ്ങൾ നൽകിയ പല കളികളിലും ആദ്യ പകുതിയിൽ ജയിക്കുവാൻ പഞ്ചാബ് കിങ്സിന് സാധിച്ചു. കൂപ്പർ കനോലി, ശ്രേയസ് അയ്യർ, ശശാങ്ക് സിംഗ്, മാർക്കസ് സ്റ്റോയിനിസ്, മാർക്കോ ജോൺസൺ, അശ്വദീപ് സിംഗ്, പറഞ്ഞാൽ അങ്ങനെ വലിയ നീണ്ട നിര. IPL ചരിത്രത്തിൽ തന്നെ ഏറ്റവും അധികം വിക്കറ്റ് നേടിയ യുസ്വേന്ദ്ര ചഹലും ചേരുമ്പോൾ ടീം ഒന്നിനൊന്ന് മെച്ചം. എവിടെയാണ് ശ്രേയസ് അയ്യർക്കും കൂട്ടർക്കും കാലിടറിയത്? ഇതാദ്യമായല്ല പഞ്ചാബ് തുടക്കം ഗംഭീരമാക്കി ഒടുക്കം കലമുടയ്ക്കുന്നത്. ഇതിനു മുമ്പുള്ള സീസണിലും ഇത് ആവർത്തിച്ചിട്ടുണ്ട്. 2008 മുതൽ 2026 വരെ നടന്ന IPLൽ സജീവമായി പങ്കെടുത്ത ഫ്രാഞ്ചൈസികളിലൊന്നാണ് പഞ്ചാബ് കിങ്സ്. റക്കി പോണ്ടിങ്ങിൻ്റെ കീഴിൽ ഈ വർഷം കളത്തിലിറങ്ങുമ്പോൾ പ്രതീക്ഷകൾ വാനോലമായിരുന്നു പഞ്ചാബ് കിങ്സിന്. കഴിഞ്ഞ വർഷം RCBയോട് ഫൈനലിൽ കാലിടറി വീണ പഞ്ചാബ് ഈ തവണ കപ്പ് ഉറപ്പിക്കുമെന്ന് എല്ലാവരും വിചാരിച്ചതാണ്. എന്നാൽ അത് സാധിച്ചില്ല. ഓപ്പണേഴ്സിൻ്റെ പരാജയമാണോ, അല്ലെങ്കിൽ തുടർന്ന് വന്ന ബാറ്റ്സ്മാൻമാരുടെ സ്ഥിരതയില്ലായ്മയാണോ പഞ്ചാബിന് അവർ അർഹിച്ച പ്ലേ ഓഫ് ലഭിക്കാതെ പോയത്? ബോളിങ്ങിൽ അശ്വദീപ് സിംഗിന് വേണ്ടത്ര തിളങ്ങാൻ സാധിച്ചില്ലേ? യുസ്വേന്ദ്ര ചഹലും പർക്കൂസനും വിജയകുമാർ വിശാഖും തുടങ്ങിയ ഒട്ടനേകം കഴിവുറ്റ താരങ്ങൾ ടീമിലുണ്ടായിട്ടും അവർക്ക് തിളങ്ങാൻ സാധിച്ചില്ല. ഓവർ കോൺഫിഡൻസ് എന്നത് പഞ്ചാബ് കിങ്സിനെ പിടികൂടിയിരുന്നു. എത്ര മികച്ച താരങ്ങളുണ്ടായിട്ടും ടീമിൻ്റെ ബാലൻസ് തെറ്റിയാൽ ഏത് ടീമും താഴെ വീഴും. അതുതന്നെയാണ് പഞ്ചാബ് കിങ്സിനും സംഭവിച്ചത്. ജയിക്കാമായിരുന്ന കളി അവസാനം കൊണ്ടുപോയി കലമുടയ്ക്കുന്നത് ഒരു സ്ഥിരം കാഴ്ച. 263 പോലും ചേസ് ചെയ്ത ടീമാണ് പഞ്ചാബ് കിങ്സ് ഈ സീസണിൽ. പിന്നീട് അവർക്ക് കാലിടറുകയായിരുന്നു. അടുത്ത വർഷം പഞ്ചാബ് കിങ്സ് തിരിച്ചു വരുമോ? കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് കപ്പ് നേടിക്കൊടുത്ത ശേഷമാണ് 26 കോടി രൂപയ്ക്ക് ശ്രേയസ് അയ്യർ പഞ്ചാബ് കിങ്സിൽ വന്നത്. വന്ന സീസണിൽ തന്നെ അവർ ഫൈനലിൽ എത്തുകയും ചെയ്തു. എന്നാൽ ഈ വർഷം ആ പെർഫോമൻസ് ആവർത്തിക്കാൻ ശ്രേയസ് അയ്യർക്ക് സാധിച്ചില്ല. എന്തുതന്നെയായാലും ആരാധകരെ നിരാശപ്പെടുത്തി പഞ്ചാബ് കിങ്സ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അവസാന നിമിഷം മുംബൈ ഇന്ത്യൻസ് ജയിക്കുകയാണെങ്കിൽ പ്ലേ ഓഫിലേക്ക് ഒരു ചാൻസ് വീണ്ടും നിലനിൽക്കുന്നു എന്ന സാഹചര്യം വന്നപ്പോഴും അവിടെയും മുംബൈ രാജസ്ഥാനോട് തോറ്റപ്പോൾ ആ പ്രതീക്ഷയും നഷ്ടപ്പെട്ടു. അവസാനത്തെ കളിയിൽ ശ്രേയസ് അയ്യർ സെഞ്ചുറി നേടി. അപ്പോഴേക്കും കാര്യങ്ങളെല്ലാം കൈവിട്ടു പോയിരുന്നു. പ്രിയാൻ ഷാരിയ, പ്രഭ്സിമ്രാൻ സിംഗ് എന്നിവരെല്ലാം മികച്ച ഫോമിലാണ്. ഏറ്റവും മികച്ച റൺവേട്ടക്കാരിലും ആദ്യ 15-ൽ പഞ്ചാബിൻ്റെ പ്ലെയേഴ്സുണ്ട്. പക്ഷേ ടീം എന്ന നിലയിൽ പഞ്ചാബ് ഒരു പരാജയമായി പോയി. അടുത്ത വർഷം പഞ്ചാബിന് വീണ്ടും തിരിച്ചു വരാൻ സാധിക്കുമോ? ശ്രേയസ് അയ്യർക്കും കൂട്ടർക്കും IPLലെ ആദ്യ കിരീടം ഇനിയും അകലെയാണ്. അത് അടുത്ത വർഷം നേടുവാൻ സാധിക്കുമോ? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ. കൂടുതൽ അപ്ഡേഷനായി ക്രിക്ടോക്ക് മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ.